അങ്ങനെയും ആളുകൾക്ക് സംശയം തോന്നിയാൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനായിട്ട് പോയത് ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയാണ് BJP CPM ഡീൽ ആരോപണം. ഇത് സാധാരണ ആരോപണമല്ല, ജനങ്ങൾക്കിടയിൽ സംശയങ്ങൾ ഉയർത്തുന്ന വിഷയമാണ്. ഇടതുപക്ഷത്തിന്റെ മൂല്യങ്ങളും നിലപാടുകളും സംരക്ഷിക്കണമെങ്കിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും CPM BJP ഡീൽ സംസ്ഥാനത്ത് ഉണ്ടെന്നും ഗി വർഗീസ് മാർ കൂറിലോസ് പറഞ്ഞു. അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന് വന്ന ഞാൻ ഈ പറഞ്ഞ ആദർശപരമായ പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചയിൽ അങ്ങനെയും ആളുകൾക്ക് സംശയം തോന്നിയാൽ അത്ഭുതത്തിന് അവകാശമില്ല. കാരണം PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാനായിട്ട് പോയത് ഒരു ഇടതുപക്ഷ സർക്കാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇടതുപക്ഷം കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് തകർന്നു പോകരുതെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബംഗാളിൻ്റെയൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കുന്നതായിരിക്കും ഇടതുപക്ഷത്തിന് തുടരാൻ നല്ലതെന്നാണ് വ്യക്തിപരമായ എൻ്റെ ചിന്ത. ഈ അധികാര തുടർച്ചയ്ക്ക് വേണ്ടി ഇടതുപക്ഷ മൂല്യങ്ങളിൽ വെള്ളം ചേർക്കുന്നതും എങ്ങനെയും അധികാരം പിടിച്ചെടുക്കുവാനായിട്ട് പ്രത്യയശാസ്ത്രപരമായ വിട്ടുവീഴ്ചകൾക്കും ഒക്കെ തയ്യാറാകുന്നത് മുന്നോട്ട് പോകുമ്പോൾ ഇടതുപക്ഷത്തിന് ക്ഷീണം ചെയ്യുകയാണ് പതിവ്. റിപ്പോർട്ടർ ചാനൽ ചർച്ചയിൽ ഡോക്ടർ ജിൻഡോ ജോൺ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ വിശദമാക്കുന്നു. കുമാർ അവസാനം പറഞ്ഞു നിർത്തിയതെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹം NDAയുടെ സീറ്റ് വിഭജനത്തെ വരെ അദ്ദേഹം ന്യായീകരിച്ചു കഴിഞ്ഞു. അദ്ദേഹം CPMന്റെ പ്രതിനിധിയാണ്, പക്ഷേ NDAയുടെ സീറ്റ് വിഭജനത്തെ വരെ ന്യായീകരിക്കുന്നതിൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമാണ്. ഇനി താങ്കൾ ചോദിച്ചതുപോലെ എന്താണ് തെളിവെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ NDAയും BJP നേതൃത്വം കൊടുക്കുന്ന NDAയും CPM നേതൃത്വം കൊടുക്കുന്ന LDFും ഒരേപോലെ ആക്രമിക്കുന്നത് അധികാരത്തിലേക്ക് വരാനിരിക്കുന്ന ജനപക്ഷത്തു നിന്ന് സമരം ചെയ്യുന്ന കേരളത്തിലെ പ്രതിപക്ഷമായിട്ടുള്ള UDFനെയാണ്. രണ്ട് കൂട്ടരുടെ മുഖ്യ ശത്രു ഞങ്ങളാണ്. അപ്പോൾ കുറേ പേര് പറയുന്നു ഞങ്ങൾ ശിഖണ്ഡിയെ മുൻനിർത്തി മത്സരിക്കുന്നു, ചട്ടത്തരം കാണിക്കുന്നു, കോമാളിയാണെന്ന് പറയുന്നു. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പോലും വ്യക്തി അധിക്ഷേപവും അതുപോലെ ബോഡി ഷേമിംഗ് ഒക്കെ നടത്തുന്ന രീതിയിലേക്ക് വളരെ മോശമായിട്ടുള്ള പ്രചരണമായിട്ട് പോകുന്നു. അവിടെയാണ് അരുൺകുമാർ പറയുന്ന രസകരമായ രണ്ടാമത്തെ ആർഗ്യുമെന്റ്, ആരോഗ്യകരമായിട്ടുള്ള സംവാദത്തിലേക്ക് നമുക്ക് പോകണ്ടേ എന്ന്. ഈ ആരോഗ്യകരമായ സംവാദത്തിന്റെ ബാലപാഠങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ തോമസ് ഐസക് എന്ന് പറഞ്ഞ മുൻ ധനകാര്യമന്ത്രിക്ക് ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോഗ്യകരമായിട്ടുള്ള സംവാദത്തിന് ഉപയോഗിക്കേണ്ട പദപ്രയോഗങ്ങൾ എന്താണെന്ന്. എന്നിട്ട് വേണം പൊതുസമൂഹത്തിന് ഈ ക്ലാസ് എടുക്കാൻ. ഇവിടെ എന്താണ്, വർക്കലയിലെ NDAയുടെ സ്ഥാനാർത്ഥി ആരാണ്? പഞ്ചായത്ത് മെമ്പറാണ്, ഏരിയ കമ്മിറ്റി മെമ്പറാണ്, ജില്ലാ കമ്മിറ്റി മെമ്പറായിട്ടുള്ള CPM ജില്ലാ കമ്മിറ്റി മെമ്പറായ സുന്ദരേശന്റെ മകളാണ്. CPMകാർക്ക് യാതൊരു വിഷമവും സങ്കടവും ഇല്ല അക്കാര്യത്തിൽ. കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ CPIയുടെ MLA ആയിരുന്ന അജിത്ത് NDA സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ്. CPIയുടെ നിലവിലെ MLA ആയിട്ടുള്ള CC മുകുന്ദൻ നാട്ടികയിൽ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. CPMന്റെ മുൻ MLA S രാജേന്ദ്രൻ ഇപ്പോൾ ഇടുക്കിയിലെ സ്ഥാനാർത്ഥിയാണ്. ഇതിലൊന്നും ഇവർക്ക് പ്രശ്നമില്ല. പക്ഷേ പാലക്കാട് രമേശ് പിഷാരടിയെ നിർത്തിയപ്പോൾ ഇവർ കോമാളി എന്ന് വിളിക്കുന്നു, അതുപോലെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഒരേ സമയം BJPയും ഒരേ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരസംഖ്യയാണെന്ന് പറഞ്ഞു. അത് ഈ മുഴുസംഖ്യകൾക്കാണല്ലോ സംഖ്യയുടെയൊക്കെ വിലയിടാൻ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അവർക്കറിയാം ആരാണ് അരസംഖ്യ, ആരാണ് മുഴുസംഖ്യ എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാണ്. അപ്പോ ഇത്തരത്തിൽ സ്വന്തം പാളയത്തിൽ നിൽക്കുന്ന സിറ്റിംഗ് MLA ആയിട്ടുള്ള CC മുകുന്ദൻ NDAയുടെ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത് ഇവരെ കാണുന്നില്ല, ഇവർക്ക് ഒരു ആക്ഷേപമില്ല. രമേശ് പിഷാരടിയെ ഞങ്ങൾ കൈപ്പത്തി ചിഹ്നത്തിൽ നിർത്തുമ്പോൾ അദ്ദേഹത്തെ വ്യക്തി അധിക്ഷേപം നടത്തുന്നു, അദ്ദേഹത്തെ മറ്റെല്ലാ രീതിയിലും അദ്ദേഹത്തിന്റെ തൊഴിലിനെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ ഇവർ കിടക്കുന്നു. അവിടെ ഞങ്ങളുടെ ചോദ്യം, പാലക്കാട് മണ്ഡലത്തിൽ CPMന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ചിഹ്നത്തിൽ മത്സരിക്കാത്തത്? കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിലും CPM തോൽക്കുമ്പോഴും 3ാം സ്ഥാനത്തായിരിക്കുമ്പോഴും ഒക്കെ കേരളത്തിൽ കോൺഗ്രസിൽ നിന്ന് പോയി BJP ഇടം കിട്ടാതെ CPMൽ അഭയം പ്രാപിച്ച സ്ഥാനാർത്ഥിക്ക് പോലും ചിഹ്നം കൊടുത്ത് പോരാട്ടം നടത്തിയ ആളുകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചിഹ്നത്തിൽ മത്സരിച്ചില്ലെങ്കിൽ നമുക്ക് പിന്നീട് മരപ്പട്ടി മീനാമിറ്റി ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരുമെന്ന് കരഞ്ഞ AK ബാലൻ അടക്കമുള്ള ആളുകൾ ഇന്ന് ന്യായീകരിക്കുകയാണ് പാലക്കാട് സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ചിട്ട്. എന്തുകൊണ്ടാണ് 10 വർഷം ഭരിച്ച പാർട്ടിക്ക് സ്വന്തം ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മത്സരിപ്പിക്കാൻ ധൈര്യമില്ലാതെ പോകുന്നത്? അത് BJPയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു. ഒരു കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാം, നേമത്ത് BJPയുടെ അക്കൗണ്ട് പൂട്ടിച്ചത് CPMകാരാണെന്നുള്ള തെറ്റിദ്ധാരണ വേണ്ട. അവിടെ ഈ നേരത്തെ അരുൺകുമാർ പറഞ്ഞതുപോലെ മുന്നണി മര്യാദയുടെ ഭാഗമായിട്ട് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. സുരേന്ദ്രൻ പിള്ളയ്ക്ക് സീറ്റ് കൊടുത്തപ്പോൾ BJP അവിടെ ജയിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. തെറ്റ് ഞങ്ങളുടെ ഭാഗത്ത്
ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ അത് തിരുത്തി കെ മുരളീധരൻ നിർത്തി 23,000 വോട്ടുകൾ അധികം പിടിച്ച് ഞങ്ങളുടെ വോട്ടുകൾ വർദ്ധിപ്പിച്ചപ്പോഴാണ് ശിവൻകുട്ടി കേരളത്തിന്റെ നിയമസഭ കണ്ടത്. അല്ലാതെ നിങ്ങൾ നടത്തിയ പോരാട്ടമാണെന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ ഉറച്ചു പറയുന്നു, കേരളത്തിൽ ഇപ്രാവശ്യം സംഘപരിവാറിന്റെ BJPയുടെ ഒറ്റ MLA കേരള നിയമസഭയിൽ എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സകല പണിയും ജോലിയും ഞങ്ങൾ എടുത്തിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF അക്കാര്യത്തിൽ പ്രതിജ്ഞാബദ്ധമാണ്. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുമ്പോൾ ഞങ്ങളെ ആക്രമിക്കാൻ BJPയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന ഇരട്ടത്താപ്പാണ് നടക്കുന്നത്. ഏതൊക്കെ മണ്ഡലത്തിലാ? പാലക്കാട്, തൃപ്പൂണിത്തറ BJPക്ക് മുനിസിപ്പൽ ഭരണമുള്ള സ്ഥലമാണ്. അവിടെ 2020 മത്സരിക്കുന്നു. ഏതാണ് സ്ഥാനാർത്ഥി? പരിചയപ്പെടുത്തി കൊടുക്കണം. ആരാണെന്ന് പോലും 2020കാർക്ക് അറിയില്ല. ഇനി കൊടുങ്ങല്ലൂര് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. അവിടെ 2020 മത്സരിക്കുന്നു. കാസർഗോഡും കോന്നിയിലും റാന്നിയിലും ഏറ്റുമാനൂരും മഞ്ചേശ്വരത്തും ഒക്കെ ഈ ഡീലിന്റെ ഭാഗമായിട്ട് പരസ്പരം ഇവർ വോട്ട് കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഓർഗനൈസറിന്റെ എഡിറ്ററായിട്ടുള്ള ബാലശങ്കറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. 50ലധികം സീറ്റിൽ RSSന്റെ പിന്തുണ CPMനായിരുന്നു. കോൺഗ്രസ് വിമുക്ത ഭാരതത്തോടൊപ്പം കോൺഗ്രസ് വിമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് RSSന്റെ 50ലധികം സീറ്റിലുള്ള പിന്തുണ പിണറായി വിജയന്റെ പാർട്ടിക്ക് കൊടുത്തു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഇതുവരെ RSSോ CPMോ ഡിസോൺ ചെയ്തിട്ടില്ല. കാരണം ഡിസോൺ ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ നയപരിപാടികൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും സംഘപരിവാർ വൽക്കരിക്കപ്പെട്ട ഒരു സർക്കാരാണിത്. അതുകൊണ്ടാണ് തൃശൂർ പൂരം കലക്കിക്കൊണ്ട് സുരേഷ് ഗോപിയെ ജയിക്കാൻ വേണ്ടിയിട്ട് ഇവർ വിട്ടുകൊടുത്തത്. SIRുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്നപ്പോൾ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നപ്പോൾ, സുരേഷ് ഗോപിയുടെ വീട്ടുകാരുടെയും ഡ്രൈവറുടെയും കള്ളവോട്ടിന്റെ വിഷയങ്ങൾ വന്നപ്പോഴും ഒരു സമരം ചെയ്യാനോ അതിനൊന്ന് എതിർക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നാവ് ഉയരാതിരുന്നത്, CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുനിൽ കുമാറിന്റെ പരാതി പോലും കേൾക്കുകയോ അതിനൊരു പരിഹാരം കണ്ടെത്താനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അടക്കം സാധിക്കാതെ തോന്നുന്നത്, RSSന്റെ 2 നേതാക്കന്മാരെ 10 ദിവസത്തെ ഇടവേളയിൽ കണ്ട ADGP MR അജിത്കുമാറിനെ സംരക്ഷിച്ച് കൂട്ടിപ്പിടിച്ച് എല്ലാവിധ പിന്തുണയും കൊടുത്തത് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയനാണ്. ഇനി അതും കഴിഞ്ഞിട്ട് പൂരം കലക്കിയത് പോരാഞ്ഞിട്ട് RSSകാരെ പിന്തുണച്ചത് പോരാഞ്ഞിട്ട് എല്ലാ തരത്തിലും സൗകര്യപ്രദമായിട്ടുള്ള സാഹചര്യങ്ങളാണ് കേരളത്തിൽ പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് സംഘപരിവാറിനും BJPക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ പറയുന്ന ആരോപണത്തിൽ കഴമ്പുണ്ട്. കാരണം കൊടകര കുഴൽപ്പണ കേസിൽ ഇവർ നിരന്തരം കെ സുരേന്ദ്രൻ കുറ്റക്കാരാണെന്ന് പറയുമ്പോൾ, പക്ഷെ കേരള പോലീസിന്റെ കേസിനകത്ത് കെ സുരേന്ദ്രൻ സാക്ഷി മാത്രമാണ്. ഇലക്ഷൻ അട്ടിമറിക്കാൻ കോടിക്കണക്കിന് രൂപ കൊണ്ടുവന്നു എന്ന് കേരള പോലീസിന്റെ കണ്ടെത്തലുണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് എടുക്കാനോ അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാനോ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചില്ല. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള റവന്യൂ മന്ത്രി ചന്ദ്രശേഖരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച BJPക്കാർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മൊഴിമാറ്റിയത് കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞത് CPMന്റെ പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ള ആളുകളാണ്. മഞ്ചേശ്വരം കോഴക്കേസിൽ സുരേന്ദ്രന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പിണറായി വിജയന്റെ പ്രോസിക്യൂഷനാണ്. അപ്പൊ കേരളത്തിലെമ്പാടും നമ്മൾ പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷക്കാലം സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള ഭരണമാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അതിന് പകരമായിട്ട് മകളുടെ മാസപ്പടി, അച്ഛന്റെ ലാവ്ലിൻ കേസ്, സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അടക്കമുള്ള മുഴുവൻ കേസിലും എല്ലാവിധ പിന്തുണയും കിട്ടി. കരുവന്നൂരിലെ കള്ളസഖാക്കന്മാരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് പദയാത്ര നടത്തി സുരേഷ് ഗോപി പദം വന്നതല്ലാതെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. നമുക്കറിയാമല്ലോ. അങ്ങനെ ഓരോന്നായിട്ട് പരിശോധിക്കുമ്പോഴും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ കുടുംബത്തെ കൊണ്ട് വിദേശത്ത് വിനോദയാത്രയ്ക്ക് പോയ പിണറായി വിജയന്റെ മനോഗതി എന്ന് പറഞ്ഞാൽ അത് സംഘപരിവാറിന്റെ മനോഗതിയാണ്.